വയനാട്ടിൽ 2-3 തവണ മാത്രമേ ഞാൻ വന്നിട്ടുള്ളൂ. അതിൽ 2 തവണ സിനിമയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങൾക്കായിരുന്നു. മറ്റൊന്ന് അദ്ദേഹം പ്രത്യേകം ക്ഷണിച്ചതനുസരിച്ചൊരു പരിപാടിയിൽ പങ്കെടുക്കാനായിരുന്നു. എന്നോട് വളരെയേറെ സ്നേഹവാത്സല്യങ്ങൾ ചൊരിഞ്ഞിട്ടുള്ള ഒരു വലിയ വ്യക്തിയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ ഇവിടെ ഇരിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരുന്നുണ്ട്. ഞാൻ അവർക്ക് മുമ്പിൽ ശിരസ്സ് നമിക്കുന്നു. ഈ പുരസ്കാരം എന്നെ സംബന്ധിച്ചുള്ള വളരെ വിശിഷ്ടമായിട്ടുള്ള ഒന്നാണ്. ഏതാനും പതിറ്റാണ്ടുകളായിട്ട് ഞാൻ എഴുത്തിൻ്റെ ലോകത്ത് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. പലതരത്തിലുള്ള പുരസ്കാരങ്ങൾ കിട്ടിയിട്ടുണ്ട്, ചെറുതും വലുതും. അതിന് വലിപ്പ ചെറുപ്പങ്ങളെക്കുറിച്ച് എനിക്കറിയില്ല, എങ്കിൽ പോലും എല്ലാം വലുതാണ്. ഈ പുരസ്കാരങ്ങൾ നമ്മുടെ ഈ കവിതയുടെ എഴുത്തിൻ്റെ ഒരു ക്ലേശകരമായിട്ടുള്ള വഴിയിൽ തീർച്ചയായിട്ടും എഴുത്ത് എന്ന് പറയുന്നത് അത്ര ആഹ്ലാദകരമായിട്ടൊരു പണിയൊന്നുമല്ല. വലിയൊരു ഭാരം നമ്മുടെ ശിരസിൽ ഏറ്റി നടക്കുന്നത് പോലുള്ളൊരു കാര്യം തന്നെയാണ്. ഏത് സമയത്തും സംഘർഷഭരിതമായിട്ടുള്ളൊരു മനസ്സ് ഉണ്ടാവുക എന്നുള്ളത് തന്നെയാണ് എഴുത്തിൻ്റെ അതിൻ്റെ ഒരു പ്രശ്നം. അതോടൊപ്പം തന്നെ തീർച്ചയായിട്ടും എഴുത്തിന് അതിൻ്റെതായിട്ടുള്ള ഉന്മാദങ്ങളും ആഹ്ലാദങ്ങളും സന്തോഷങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ ഒരുതരം ഏതോ ഒരു പ്രത്യേകതയെ പൂജിക്കുന്ന പോലെ ഉപാസിക്കുന്ന പോലെയുള്ള ഒരു ഏർപ്പാട് കൂടിയാണ് അത്. അതിനിടയിൽ ആ ഒരു കഠിനമായിട്ടുള്ള യാത്രക്കിടയിൽ കിട്ടുന്ന ചില തലോടലുകൾ വളരെ വിലപ്പെട്ട് തന്നെയാണ്. പ്രത്യേകിച്ചും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് പുരസ്കാരങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ട്. കേരളത്തിൽ പുരസ്കാരങ്ങൾക്കൊന്നും ഒരു ക്ഷാമമില്ല. പലതും നമ്മെ ചിരിപ്പിക്കുന്നവയും ചിന്തിപ്പിക്കുന്നവയും ചിലപ്പോൾ കരയിപ്പിക്കുന്നതൊക്കെയാണ്. അപ്പോൾ അതിലേക്ക് ഞാൻ പ്രവേശിക്കുന്നില്ല. ഏതായാലും അങ്ങനെ പലതരത്തിലുള്ള പുരസ്കാരങ്ങൾക്കിടയിൽ ഈ പുരസ്കാരത്തിൻ്റെ പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നുന്നത്, ഇത് സാധാരണ നമുക്ക് ഏതെങ്കിലും വലിയ സാഹിത്യകാരന്മാരുടെ പേരിലുള്ള പുരസ്കാരങ്ങളുണ്ടാവും, ഏതെങ്കിലും സാഹിത്യ സംഘടനയുടെ പേരിലുള്ളതുണ്ടാവും, അങ്ങനെ പലതരത്തിലുണ്ട്. ഇത് എനിക്ക് ഏറ്റവും ഞാൻ ഹൃദയം കൊണ്ട് വരിച്ചിട്ടുള്ള ഒരു വലിയ പ്രത്യയശാസ്ത്രത്തിൻ്റെ വക്താവും പ്രയോക്താവും ഒക്കെ ആയിട്ടുള്ള ഒരു വലിയ മനുഷ്യൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒന്നാണ്. അത് എന്തുകൊണ്ട് കവിതയ്ക്ക് കൊടുക്കുന്നു അല്ലെങ്കിൽ സാഹിത്യത്തിന് കൊടുക്കുന്നു എന്നൊരു പക്ഷേ വേണമെങ്കിൽ ചിന്തിക്കാവുന്ന ഒരു കാര്യമാണ്. പക്ഷെ അത് വളരെയധികം ബന്ധമുണ്ടെന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. കാരണം ഈ സോഷ്യലിസം അല്ലെങ്കിൽ സമത്വവാദം എന്ന് പറയുന്ന ഒരു ആശയം, അത് ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ പലരും അത് പരിഹാസത്തോടുകൂടിയിട്ടൊക്കെയാണ് ഈ സോഷ്യലിസം എന്നൊക്കെ പറയുന്ന വാക്കിനെ തന്നെ സമീപിക്കുന്നത്. അതൊരു തമാശ പോലെയൊക്കെയാണ് ആളുകൾ സോഷ്യലിസം സമത്വം എന്നൊക്കെ പറയുന്ന വാക്കിനെ കാണുന്നത് ഈ കാലഘട്ടത്തിൽ. ഈ